Hi, welcome to my channel. I am Priyanka. അപ്പോൾ ഇന്നത്തെ ഊണിനൊരു കാച്ചിയ മോരുകറി, കാബേജ് ഒലത്തിയത്, പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ. ഇത് വലിയ ചെമ്മീനാണ്, പക്ഷെ ഇത് ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ കുറേ ഉണ്ട്. ഞാനിത് ഓൾറെഡി ഉപ്പും മുളകും മഞ്ഞളും കൂടിയിട്ട് പറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഞാൻ പതിയെ കാണിച്ചു തരാം. അപ്പം ഇതെല്ലാം കൂടി ഞാൻ വറുത്തെടുക്കണില്ല. ഒരു ചെറിയൊരു ബൗൾ എടുക്കാം. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, കോൺ സ്റ്റാർച്ച്, പിന്നെ 1 ടീസ്പൂൺ മൈദ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആകെ ഒട്ടിപ്പിടിച്ച പോലെയാവും. ഇത് ഓൾറെഡി ഒരു ചെറിയ പേസ്റ്റ് പോലെ ആക്കാം. കുറച്ച് വെള്ളം മതി. ഇനി ഇതിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. 1 2 3 4 8. ഇത് നന്നായിട്ട് കോൺഫ്ലവറും പിന്നെ നമ്മുടെ മൈദയിലും നന്നായിട്ടിത് തേച്ച് തിരുമ്മി വെക്കുക. ഇത് നമുക്കത് വറുത്തെടുക്കാം. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചേർക്കാനുണ്ട്, നമുക്ക് നോക്കാം. ഫ്രൈയിങ് പാൻ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓൾറെഡി വറുത്തേൻ്റെ കുറച്ച് എണ്ണയുണ്ട്. ഇനി ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മുടെ ചെമ്മീൻ ഓരോന്നും ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 വെളുത്തുള്ളി, കണ്ടില്ലേ, ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്, ഇത്രയ്ക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ ചതച്ച് കിട്ടണം, അത്രയ്ക്കുള്ളൂ. പേസ്റ്റ് പോലെയൊന്നല്ല, ചതച്ച്. ഈ ചതയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ടേൺ ചെയ്ത് കൊടുക്കാം. ഇത് വലിയ ചെമ്മീനായതുകൊണ്ടാണ് ഞാൻ ഓരോ സൈഡും 5 മിനിറ്റ് വീതം ചെയ്യുന്നത്. 4-5 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, 2-3 മിനിറ്റിൻ്റെ. ഈ ചെമ്മീൻ നമ്മൾ സൂക്ഷിച്ച് വേണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും, അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. ഇപ്പം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി എത്ര കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വെളുത്തുള്ളി മാത്രം കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറ് കഴിക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മുരിയണം, അതാണ് ഇതിൻ്റെ പാകം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാട്ടാ. ഒരുപാട് അങ്ങോട്ട് ചൂട് കൂടാണെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 3 മൊത്തം എനിക്ക് തോന്നുന്നത് ഒരു 6 മിനിറ്റ് മതി. വലിയ ചെമ്മീൻ ഒരു മൊത്തം 8 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ. അപ്പം കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ സർവ് ചെയ്യണ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇനി മോര് കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 4-5 എണ്ണൊക്കെ എടുക്കാം, ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച്. പിന്നെ ഇഞ്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഞ്ചി, ഇത്രയ്ക്കും വലിയ കഷ്ണം. പക്ഷെ നാട്ടിലത്തേക്ക് ഇഞ്ചി ആണെങ്കിൽ ഇത്രയ്ക്കും വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതിയെന്ന് തോന്നുന്നു, നല്ല എരിവുണ്ടാവും. ഇനി 2 ചെറിയ ഉള്ളി, ഒന്നിൻ്റെ അതിപ്രസരം വേണ്ട. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാനാണ് ഞാൻ പോകുന്നത്. ചതച്ചത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെയൊന്നല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് വയ്ക്കാം, അത്ര തന്നെ. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പുകഞ്ഞ് വരാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്,
1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ എപ്പോഴും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഉലുവ ഇടുമ്പോൾ തന്നെ നമ്മുടെ പുക വരുന്നു. എന്താ പറയുക, ഉണക്കമുളക് 2 എണ്ണം ഇട്ടു. ഇനി ഇതിലോട്ട് ഞാനിത് ലോ ഫ്ലെയിമിലാട്ട് വെച്ചേക്കുന്നത്. നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതൊക്കെ കൂടി ചേർക്കാം. നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് വാടണ വരേക്കും. മൊരിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന്. ഇപ്പൊ ഇത് ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അതായത് ഒരുപാട് നമ്മുടെ പാത്രം ചൂടാവുകയാണെങ്കിൽ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് അതിന്റെ ചൂട് കുറച്ചതിന് ശേഷം എണ്ണയൊക്കെ ഒഴിച്ചാൽ മതി. ഞാൻ ഈ ക്യാമറയും ഇതൊക്കെ കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യണ കാരണം ഇനിയിപ്പോൾ ഈ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ആണല്ലോ. ഇപ്പം ആയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മഞ്ഞൾപ്പൊടി കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി പെട്ടെന്നാവും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടാക്കിയിട്ടുള്ള വെള്ളം ചേർക്കാം കേട്ടോ. ഇത്രയ്ക്കും വെള്ളം. ഞാൻ ഈ വെള്ളം ചേർക്കുന്നത് ഓപ്ഷണലാണ്. എൻ്റെ തൈര് നല്ല കട്ട തൈരാണ്. അപ്പം അത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട കുത്തി ഇട്ടിരിക്കും. കുറച്ചിങ്ങനെ ലൂസായിട്ടാണല്ലോ നമ്മുടെ മോര് വെള്ളം പോലെ വേണ്ടത്, ബട്ടർ മിൽക്ക് പോലെ വേണ്ടത്. അപ്പം ഞാൻ വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇത് ഉപ്പ് ചേർക്കാം. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി അവസാനം നമുക്ക് ചേർത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് ഞാൻ മോര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഒരുപാട് കട്ട കൂത്തിയിട്ട് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോവാനും പാടില്ല. നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് അരിയാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. കടുകിൻ്റെ ഒപ്പം തന്നെ ഉണക്കമുളക്. കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. എണ്ണയുള്ള ഭാഗത്തോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കടുക് കുറച്ചുകൂടി പൊട്ടാനുള്ളൂ. എരിവിനനുസരിച്ച് പച്ചമുളക് ഞാൻ 2 നല്ല എരിവുള്ള പച്ചമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഞാൻ വെളുത്തുള്ളിയും ഉപ്പും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടണ വരേക്കും വഴറ്റി കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ആ കുഴിയിൽ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അത് നന്നായിട്ടാവും. ഇതിങ്ങനെ കുറച്ച് പരന്ന പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കഴിഞ്ഞ് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരുപാട് ചേർക്കണ്ട. ഈ മഞ്ഞൾപ്പൊടി കരിയാണ്ട് നോക്കണം. എൻ്റെ കയ്യിൽ തേങ്ങ കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാതിരുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ചേർക്കാം. ഈ മഞ്ഞൾ ഇങ്ങനെ കരിഞ്ഞു പോവോ അല്ലെങ്കിൽ മഞ്ഞൾ ഇടുമ്പോൾ അത് അങ്ങനെ പേടിയുള്ളവർ ഈ മഞ്ഞളും ഉപ്പും കൂടിയിട്ട് ക്യാബേജിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് നമ്മുടെ
ഈ നമ്മുടെ വെളുത്തുള്ളിയും എന്താ പറയുക ഉള്ളിയൊക്കെ മൂപ്പിച്ചതിലോട്ട് ചേർക്കാം. കുഞ്ഞിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല എങ്കിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ക്യാബേജിൻ്റെ ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ഇതിലോട്ട് ചേർക്കും. തേങ്ങ എന്തായാലും ചേർക്കണം. എൻ്റെ കയ്യിൽ തേങ്ങ ഒരു തരി പോലും ഇല്ല. തേങ്ങ ഫുൾ കഴിഞ്ഞു പോയി. ഞാനത് നോക്കിയില്ല തേങ്ങയുടെ കാര്യം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൻ്റെ താഴേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഈ ക്യാബേജ് ആദ്യം 1-2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നാട്ടിലത്തൊക്കെ ക്യാബേജിൻ്റെ എനിക്കറിയില്ല മൂപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ കിട്ടുന്ന ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടും. US കിട്ടുന്നത്, എൻ്റെ അടുത്തുള്ള കടയിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടി ഊറും. നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കും. അങ്ങനെ ക്യാബേജ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉള്ളി വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്.